രാജിവെച്ച് രാജ്യം വിട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ. ഷെയ്ഖ് ഹസീന സുരക്ഷിത കേന്ദ്രത്തിൽ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി. ആഴ്ചകളോളം നീണ്ടുനിന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ശേഷം സൈന്യം അധികാരമേറ്റെടുത്തതോടെ ബംഗ്ലാദേശിൽ അരാജകത്വം. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെ വിട്ടയക്കാൻ ഉത്തരവിട്ട പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തിയതോടെയാണ് സൈന്യത്തിന്റെ അന്ത്യശാസനത്തിൽ ഈ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ സംഭവം അറിയുന്നതും. ഒപ്പം തന്നെ ഈ ഹസീനയ്ക്ക് വിനയായത് ഈ സംവരണ തീരുമാനം തന്നെയാണ്. ഒപ്പം തന്നെ ഈ ലണ്ടനിലേക്ക് പോകുമെന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നിരുന്നു. എപ്പോഴാണ് അതൊക്കെ നടക്കുക? സംഗീത, പ്രക്ഷോഭം വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ്, സംവരണ പ്രക്ഷോഭം വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ അതിനാടകീയ നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ. സൈനിക ഭരണകൂടം പലപ്പോഴും അധികാരം നിയന്ത്രിച്ചിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ ജനാധിപത്യം തിരികെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന. പക്ഷെ അവർക്ക് തന്നെ ഇപ്പോൾ രാജിവെച്ച് നാടുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത അവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുന്നതിനെതിരെ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണിത്. വിദ്യാർത്ഥികളാണ് ഈ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. നമുക്കറിയാം, കഴിഞ്ഞൊരു 3-4 മാസങ്ങളായി ബംഗ്ലാദേശിനെ പല രൂപത്തിൽ രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ പിടിച്ചുവെച്ച സംവരണ പ്രക്ഷോഭമാണിത്. ആ പ്രക്ഷോഭത്തിന് ഒടുവിൽ ഏതാണ്ട് അതിനുശേഷം വിദ്യാർത്ഥികളിൽ നിന്ന് യുവതലമുറ മുഴുവൻ ഏറ്റെടുക്കുന്നു, അധ്യാപകർ ഏറ്റെടുക്കുന്നു, അഭിഭാഷകർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ രൂപത്തിൽ പ്രക്ഷോഭം വളരെ വലുതാകുന്നു. പ്രക്ഷോഭത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും വീണ്ടും ഹൈക്കോടതി വിധിക്കെതിരായി സുപ്രീം കോടതി വിധി വരുന്നു. വിധിയിൽ 5% മാത്രം സംവരണം കൊടുത്താൽ മതി, 30% സംവരണം അവർക്ക് ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ അതിനിടയിൽ ഈ നമ്മൾ ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീന നടത്തിയ ഇടപെടലുകൾ, അതായത് ഇത്രയും കാലം ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീന ഇവിടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ, ജനാധിപത്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ, ഏകാധിപത്യ നിലപാടുകൾ, അതിനൊപ്പം അവിടുത്തെ തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇതിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി ചേർന്ന് വന്നപ്പോഴേക്കും ഏറ്റവും അവസാനം സംവരണ വിരുദ്ധ പ്രക്ഷോഭം വളരെ കരുത്താർജിക്കുകയും ഇവരുടെ ഒരു ഷെയ്ഖ് ഹസീനയുടെ ഇടപെടൽ, അവരുടെ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഈ സമരക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തൽ നയങ്ങൾ ആരംഭിക്കുന്നു. ഏതാണ്ട് 300ഓളം പേർ ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ 300 പേർ കൊല്ലപ്പെട്ടതോടുകൂടിയും ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ സുപ്രീം കോടതിയും ഗവൺമെന്റും ഒക്കെ വന്നെങ്കിൽ കൂടിയും ഷെയ്ഖ് ഹസീന രാജിവെച്ചില്ലെങ്കിൽ കൂടിയും പരസ്യമായി മാപ്പ് പറയണം എന്നൊരു നിലപാടിലേക്കാണ് പ്രതിഷേധക്കാരെത്തിയത്. പക്ഷേ അതിന് ഷെയ്ഖ് ഹസീന തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് മാർച്ച് ടു ധാക്ക എന്ന പേരിൽ ഒരു വലിയ മാർച്ച് ധാക്കയിലേക്കും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിലാണ് സൈന്യം ഇതിലിടപെടുന്നത്. സൈനിക കരസേനയുടെ മേധാവി ജനറൽ വഖാർ എസ് സമാൻ എന്ന് പറയുന്ന ആളായിരുന്നു അതിൽ പ്രത്യക്ഷത്തിൽ ഇടപെട്ടത്. സൈന്യം ഇവരോട് നേരിട്ട് പറയുകയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഭരണം പട്ടാളം ഏറ്റെടുക്കുകയാണ് എന്ന് ഇന്നലെ വഖാർ സമാൻ പ്രഖ്യാപിക്കുന്നു. അതോടുകൂടിയാണ് ഹസീനയ്ക്ക് നാടുവിടേണ്ടി വന്നത്. ദീർഘകാലം ഏതാണ്ട് തുടർച്ചയായി 4ാമത്തെ ടേമിൽ ഭരിക്കുന്ന, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വനിതാ പ്രധാനമന്ത്രി എന്ന പദവി കൈയാളുമ്പോൾ തന്നെയാണ് അവർക്ക് രാജിവെച്ച് നാടുവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഏതാണ്ട് ധാക്കയിൽ ഈ ഒരു പ്രക്ഷോഭം അതിന്റെ തുടർച്ചയായിട്ട് ഒക്കെ ഉണ്ടായ അനുരണങ്ങൾ ഇന്ത്യയും ബാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് എല്ലാ കാലത്തും നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ ചരിത്രം. 1971 വിമോചന സമരത്തിന് തുടർന്ന് അച്ഛന്റെ പാത പിന്തുടർന്ന് അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ വെടിവെച്ച് കൊല്ലുന്നത് മറ്റൊരു രാജ്യത്ത് നിന്ന് കാണേണ്ടി വന്നൊരു വനിതയാണ് അവർ തിരിച്ചു വന്നപ്പോൾ അവർക്ക് അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. അതിനുശേഷം അവർ ആ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോഴും അവർക്ക് അഭയം നൽകുന്നത് ഇന്ത്യയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ത്യയുമായും വളരെ അടുത്ത ബന്ധമാണ് ഷെയ്ഖ് ഹസീന പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അഭയം കൊടുക്കാൻ ഇന്ത്യ തയ്യാറായി. ന്യൂഡൽഹിക്ക് അടുത്തുള്ള ഗാസിയാബാദിലെ വിമാനത്താവളത്തിൽ അവർ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു. ഇന്നലെ രാജ്യം വിട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. ഷെയ്ഖ് ഹസീന സുരക്ഷിത കേന്ദ്രത്തിൽ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി. അതിന്റെ എല്ലാം വിശദാംശങ്ങളാണ് ഇപ്പോൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകിയത്.